കുട്ടനാട്ടിൽ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ വോട്ടിന് പണം നൽകിയെന്ന് ആരോപിച്ച് CPIM മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. പണം കൊടുക്കുന്നതിന് ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയത്. അശ്വിൻ പാലാഴി വിവരങ്ങളും ചേരുന്നു. അശ്വിൻ, എന്താണ് ആ പരാതിയിൽ പറയുന്നത്? എന്താണ് കൊടുത്തിരിക്കുന്ന തെളിവുകൾ? എന്താണ് അശ്വിൻ? ഹാഷ്മി, കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ റജി ചെറിയാൻ തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണാനായി പോയിരുന്നു. അന്ന് UDF പ്രവർത്തകർ എത്തി ഇത് പരസ്യ പ്രചരണം പോലെയാണ്, അതുകൊണ്ട് ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ റജി ചെറിയാനെയും UDF പ്രവർത്തകരെയും തടഞ്ഞിരുന്നു. അതിനിടെയാണ് റജി ചെറിയാൻ മൊബൈൽ ഫോൺ വഴി ഗൂഗിൾ പേ വഴി ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണം കൊടുത്തു എന്നൊരു ആരോപണം LDF സ്ഥാനാർത്ഥിയും LDFിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട പരാതി ഈ LDF നൽകിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയും ഒപ്പം CPIMന്റെ ഏരിയ കമ്മിറ്റിയും ചേർന്നാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ റജി ചെറിയാൻ സന്ദർശിക്കുന്നതും വോട്ട് തേടുന്നതും ഒപ്പം അതിനിടെ മൊബൈൽ ഫോൺ വഴി പണം നൽകുന്നു എന്ന് തോന്നിക്കുന്ന ഒരു ദൃശ്യവുമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവായി നൽകിയിരിക്കുന്നത്. അതിൽ അന്വേഷണം വരണം. എന്തായാലും ഈ പണം ഡിജിറ്റൽ ഇടപാട് വഴി പണം നൽകിയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരാതി നിലനിൽക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡിജിറ്റൽ ഇടപാടിലൂടെ വോട്ടിന് പണം നൽകി എന്ന ആരോപണമാണ് നിലവിൽ LDF സ്ഥാനാർത്ഥിയും ഒപ്പം CPIM ഏരിയ കമ്മിറ്റിയും LDFിന്റെ കുട്ടനാട് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിയായി അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, ശരി. അപ്പോൾ അവിടെ പണം കൊടുത്തു, UDF സ്ഥാനാർത്ഥി പണം കൊടുത്തു, ഗൂഗിൾ പേ വഴി കൊടുത്തു എന്നൊക്കെയാണ് പരാതി. എന്നുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ വോട്ടിന് നോട്ട് എന്ന് പറയുന്ന പരാതികൾ പിന്നെയാണെങ്കിലും ജയിച്ചു വന്നാലും വലിയ കുരുക്കാവുന്ന പരാതികളാണ്. എന്താകും? പാലക്കാട് ശോഭയ്ക്കെതിരെ നമ്മൾ കണ്ടു, ഇപ്പോൾ ഈ കുട്ടനാടും കാണുന്നുണ്ട്. പാലക്കാട് ശോഭയ്ക്കെതിരെ കുറച്ചുകൂടി എവിഡൻ്റായി അത് മാധ്യമങ്ങൾ മുഴുവൻ കണ്ട ഒരു പരാതിയാണ്. അതിൽ കൂടുതൽ സമയം വേണം അന്വേഷിക്കാൻ എന്നൊക്കെയാണ് RDO കളക്ടറോട് പറയുന്നത്. അതും പരിശോധന നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.